ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇപ്പോൾ പുറത്തേക്കുള്ളൊരു യാത്രയാണ് ഇത്. ആക്ച്വലി പറഞ്ഞാൽ ഞാനൊരു 2-3 ദിവസത്തേക്ക്, 4 ദിവസത്തേക്ക് എറണാകുളം സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഓൺ ദ വേ കുറച്ച് കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് പോകാനിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് എല്ലായിടത്തും ഇറങ്ങുന്നില്ല എങ്കിലും കൊല്ലം ഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് താമസിക്കുന്നില്ല. പക്ഷേ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ഇറങ്ങാൻ പോകുന്നുണ്ട് കൊല്ലത്ത്. ഓൺ ദ വേ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, വെള്ളത്തിലേക്ക് ഇങ്ങനെ നമ്മൾ ബോട്ടിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ മുട്ടോളം വെള്ളം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, അപ്പോൾ അവിടെ പോകാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ യാത്ര തുടങ്ങുന്നു ഇവിടുന്ന്. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. അതുവരെയുള്ള വിശേഷങ്ങളാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ കൊല്ലം എത്തി. കൊല്ലം ജില്ലയിലെ പ്രധാന സ്ഥലമാണിത്. ദറ്റ് ഈസ് സാമ്പ്രാണിക്കൊടി ബോട്ട് ടെർമിനലിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നിന്നാണ് ബോട്ട്സ് പോകുന്നത്. സാമ്പ്രാണിക്കൊടി എന്ന് പറയുമ്പോൾ ഈ അഷ്ടമുടി കായലിൻ്റെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് ഐലൻഡാണ്. അവിടെ ഈ മുട്ടിനൊപ്പം വെള്ളം അത്രയേ ഉണ്ടാവുള്ളൂ. ഈ വലിയ കായലിൽ അവിടെ ആ ഒരു ഭാഗം സ്പെഷ്യലാണ്. ഭയങ്കര തിരക്കാണ്. ചിലപ്പോൾ രാവിലെ 10:30 സമയമായിട്ടുള്ളൂ അവിടെ. പക്ഷെ ഭയങ്കര കാറ്റും മഴയും റിസ്ലിങ്. അതുകൊണ്ട് കായലിങ്ങനെ ഇളകി കിടക്കുകയാണ്, ഇങ്ങനെ ഭയങ്കര വേവ്സ് ഒക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു മഴ കഴിഞ്ഞിട്ടേ അവർ ടിക്കറ്റ് ഇഷ്യൂ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ കാറ്റിങ്ങനെ വരികയാണ്, കാറ്റും മഴയും ഒക്കെ. ആ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി. അതിൻ്റെ അപ്പുറം തോമസ് ഐലൻഡ്. അവിടെ താമസിക്കുന്നത് ആ പാലം ഫാത്തിമ ഐലൻഡ്. ഓക്കെ. ആ പാലം ഏത് പാലമാണിത്? പാലം നമ്മൾ ഈ മുക്കാട് എന്നും പറഞ്ഞൊരു കാവനാട് നേരെ ഡയറക്റ്റ് വരുന്ന അവിടെ മുക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് മൺട്രോ തുരുത്തിന്റെ 32 കിലോമീറ്റർ അങ്ങോട്ടാണ് മൺട്രോ അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഐലൻഡിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് അല്ലേ? അതായത് തോമസ് ഐലൻഡിന്റെ അവിടെ താമസിക്കുന്ന ലേഡീസാണ്. അവരുടെ വള്ളത്തിൽ വരുമായിരിക്കും അല്ലേ? വന്ന് അവിടെ ബിസിനസ് കച്ചവടത്തിനായിട്ട് വരും. അതായത് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ട് സാമ്പ്രാണിക്കൊടിയുടെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യും. ടൂറിസ്റ്റുകളൊക്കെ അവിടെ വരുമ്പോൾ അവർക്ക് ഇതെല്ലാം കൊടുക്കും. ഈ ഉപ്പിലിട്ടത് അല്ലേ, കുറച്ച് കാര്യങ്ങൾ. അല്ലാതെ മീനും ഒക്കെ കൊടുക്കുന്നുണ്ട്. കപ്പയും കല്ലുമേക. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് സിംഗിളായിട്ടൊരു ബോട്ട് വേണമെങ്കിലും ആകാം. പിന്നെ കുറേ ആൾക്കാരുമായിട്ട് ഒപ്പം വേണമെങ്കിലും. അപ്പോൾ അത് പൈസ കുറച്ചേ ആവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് നമുക്കൊരു ബോട്ട് എടുക്കുകയാണെങ്കിൽ 1050 ആണ്. നമ്മളിവിടെ എക്സ്ക്ലൂസീവ് ബോട്ട് എടുക്കാം. അപ്പോൾ അത് 1 മണിക്കൂർ സമയത്താണ് നമ്മളെ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം നിർത്തി തിരിച്ചുകൊണ്ട്. അതല്ല കുറേ ആൾക്കാരുടെ കൂടെ പോകുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡിവൈഡ് ചെയ്താണല്ലോ, അപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറയും. അപ്പോൾ രാജേഷിൻ്റെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. രാജേഷാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എക്സ്ക്ലൂസീവ് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ. ഇവിടെ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റും ഉണ്ട് അല്ലേ? ഓപ്പൺ ആണോ? അല്ല. ഓ, മനസ്സിലായി. ആണ്. ഉണ്ടാവുള്ളൂ. ഓക്കെ. മഴ നനഞ്ഞുകൊണ്ട് നമ്മൾ കയറുന്നു. ഇത് നമ്മുടെ ബോട്ട്. അയ്യോ അമ്മേ. യെസ്. ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. കൂടുതൽ ആൾക്കാർ വീക്കെൻഡും ഹോളിഡേയ്സിനുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഉപ്പിലിട്ടതൊക്കെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കല്ലുമ്മക്കായൊന്നും കിട്ടില്ല. യെസ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. സാമ്പ്രാണിക്കൊടി ഇതാണ് സംഭവം. കണ്ടൊരു ഐലൻഡാണ് ഇത്. കണ്ടില്ലേ? വെള്ളം ഇല്ല. അതിന് എപ്പോഴാ വരുന്നത്? അതെ, അതെപ്പോഴാ വരുന്നത്? ഉച്ചയൊക്കെ കഴിയും. വെള്ളം കുറെ കൂടി കയറാനായിട്ട്. ഇപ്പൊ കുറച്ച് കുറഞ്ഞ് കിടക്കുന്ന സമയമാണ്. ഓക്കെ. ബോട്ടിൽ കൊണ്ടുവന്ന ചേട്ടനാണോ മറ്റേ കറങ്ങാനായിട്ട്? ഓ, ഓക്കെ. വള്ളത്തിൽ വേറെ കറങ്ങാം. ഇവിടുന്ന് വീണ്ടും ഒരു ചെറിയ വള്ളത്തിൽ നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റും. അത് ശരി. ഓക്കെ. ഇവിടെ നിന്നാണ് അങ്ങോട്ട് നടത്ത തുടങ്ങേണ്ടത് അല്ലേ? ആദ്യമായി ഇറങ്ങുന്നു വെള്ളം ഇങ്ങനെ. ഓ, ഓക്കെ. അപ്പം നമ്മൾ ആദ്യം വള്ളത്തെ കയറി ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട്
കുറച്ച് നേരം നിൽക്കാം. ഇതൊക്കെ എന്തുവാ? ശംഖ്. ഇത് വെള്ളം പുറകോട്ട് പോയിരിക്കുവാണ് ഇപ്പോൾ അല്ലേ? വേലി ഇറക്കം. ആ, വേലി ഏറ്റം വരുമ്പോൾ ഇച്ചിരി വെള്ളമുണ്ട്. ഇച്ചിരി നേരം കഴിയുമ്പോൾ വീഴുമോ? ഓക്കെ, കയറി വരട്ടെ. വീക്കെൻഡാണ് ഇവിടെ ഫുൾ കച്ചവടം ഉള്ളത്. ഇത് വീക്ക് ഡേ ആയതുകൊണ്ട് ഒള്ളി അച്ചാറുകൾ, മറ്റേ എന്താ പറയുക, ഉപ്പിട്ടതും അല്ലേ, കട്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂ. അതൊന്നും ഇപ്പൊ കിട്ടില്ലല്ലോ, ഇന്നില്ലല്ലോ. ഒള്ളി സാറ്റർഡേ സൺഡേ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഓഫ് സീസൺ ടൈം ആയിരിക്കണം, വെക്കേഷൻ സമയത്ത്. ഓണത്തിന്റെ വെക്കേഷൻ സമയത്ത് നല്ല ലൈവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു സൗന്ദര്യം. നമുക്ക് നടന്നു പോയാലും എത്ര പോയാലും ഇത്രയൊക്കെ വെള്ളം വരുള്ളൂ. ഹൈറ്റ് സുഖമായിട്ട് നടക്കാം. ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ആണ്, കൊണ്ടുവന്ന് കൊടുക്കും. ഓക്കെ, ശരി. ഓക്കെ, പൈനാപ്പിൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വാട്ടർമെലൻ. എന്താ വില ഇത്? ഇതെന്താ വില? ഒരു ഗ്ലാസ് 50. ഓക്കെ. പൈനാപ്പിൾ, പച്ചമാങ്ങ, വാട്ടർമെലൻ ഇങ്ങനെ ടൂത്ത് പിക്ക് ഒക്കെ ഇട്ട് തരും. 50 രൂപയാണ് ഒരു കപ്പിന്. ഒരു ഫോട്ടോ. ഇന്നിപ്പോഴത്തെ തിരക്കൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വള്ളത്തിൽ കയറാൻ പോവാണേ. 2. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ വള്ളത്തിൽ കയറി കറങ്ങാൻ പോകും. അയ്യോ, ഇവിടെ ഇത്ര ഒക്കെ ഉള്ളൂ. ഇവിടെ കാല് ചവിട്ടി നിൽക്കാൻ പറ്റുന്ന ഹൈറ്റ്. ആ, ഇപ്പോൾ വേലി ഇറക്കം സമയം. കുറച്ച് ഉച്ചയോടുകൂടി ഇവിടെ എല്ലാം വെള്ളം കയറും കുറച്ചുകൂടി. നമ്മൾ ഇതാ പള്ളി കാണുന്നില്ലേ, പള്ളിയുടെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ദിസ് സാമ്പ്രാണിക്കൊടി. ഇവിടെ നിന്ന് വീണ്ടും ഒരു വള്ളത്തിൽ കയറി ചുമ്മാ എക്സ്പ്ലോറിങ്. കണ്ടൽക്കാടുകളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഷോർട്ട് ട്രിപ്പ്. നൈസ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. കൂടെ പിടിച്ചിരിക്കാം വള്ളത്തിൽ. ഇതെന്തായാലും നനയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പം ചെറുതായിട്ട് കണ്ട സാമ്പ്രാണിക്കൊടി. ഇവിടെ ഇന്നിപ്പോൾ ഹോളിഡേ അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കുറച്ച്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിക്കും തിരക്കുമാണ്. ഈ വള്ളത്തിൻ്റെ ആളാണ് ജോയ് ചേട്ടൻ. പുള്ളിക്കാരൻ്റെ വീടാണ് ആ കാണുന്നത്. അത് ആ ഐലൻഡിൻ്റെ പേരാണ് തോമസ് ഐലൻഡ്. ഈ തോമസ് ഐലൻഡിൽ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. എല്ലാം ഫാത്തിമ ഐലൻഡ്. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ആണ് അല്ലേ? എല്ലാം ദ്വീപുകളാണ്. ഇവിടെയുള്ള ആൾക്കാരാണ് ഈ ബോട്ടൊക്കെ ഈ ബോട്ട് കൊണ്ടുവരുന്നത് അല്ലേ ഇങ്ങോട്ട്. ബോട്ട് അവരുടെയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഈ കച്ചവടത്തിന് വരുന്നവരെല്ലാം അവിടെ നിന്നാണ് വരുന്നത്. അവരുടെ അടുത്ത സ്ഥലമല്ലേ ഇതൊക്കെ. ഞാൻ നിരപ്പായി കിടക്കേ മണ്ണാണല്ലേ? ആ ആ, അത്ര നടന്നു പോവാം. ഇവിടെ ഒന്നും ഇല്ലേ? അയ്യോ, അതെ, നോക്കൂ. ഇത്രേ ഉള്ളൂ. ഇത്ര പൊക്കേ ഉള്ളൂ വെള്ളത്തിന്. ഇതുവഴി നടന്ന് അവർക്ക് ഈ ഐലൻഡിൽ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് അവരുടെ വീട് വരെ വേണമെങ്കിൽ നടന്നു പോവാം. അതെ, എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? ഏത് സമയം വരെ അങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സമയത്തും കൂടുതൽ വെള്ളം ഉണ്ടാവില്ല അല്ലേ? ഓ, അത് കൊള്ളാലോ. ഓ, ഇതിന് മേലെ വെള്ളം പോത്തില്ല. അതായത് ഈ ഐലൻഡിൽ നിന്നും സാമ്പ്രാണിക്കൊടി വരെ അവർക്ക് ജസ്റ്റ് നടന്നു പോവാം. നമുക്കറിയാം നടന്നു പോവാം. ഇത്രയും വെള്ളത്തിൽ കൂടുതൽ വെള്ളം കയറത്തില്ല എന്ന് പറഞ്ഞാൽ. ഒട്ടും ഡീപ്പല്ല. ഇതെല്ലാം ഒരു ഐലൻഡ്സ് കണക്റ്റഡ്. ഇത് സെന്റ് തോമസ് ഐലൻഡ്. ആ കാണുന്ന സെന്റ് ജോസഫ് ഐലൻഡ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കയറാവുന്ന അത്ര ഹൈറ്റിലാണ് അത്രയ്ക്കുള്ള ഡെപ്ത് ഉണ്ടാവുള്ളൂ വെള്ളത്തിന്. ഓ, സെന്റ് ജോസഫ്, സെന്റ് തോമസ്. കടലിലേക്ക് ഇത് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. 4 കിലോമീറ്റേഴ്സ് അപ്പുറമാണ് കടല്. പക്ഷെ കടൽ കണ്ടുവരാം. പക്ഷെ ഇപ്പൊ ആലോചിച്ച് നോക്കും, ഇവിടെ എല്ലാം തന്നെ ഐലൻഡ് ടു ഐലൻഡ് ഹോപ്പ് ചെയ്യാൻ പറ്റും, നടന്നു പോകാൻ പറ്റുന്ന അത്രയും പൊക്കമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് വെള്ളത്തിന്. ജോസഫ് ഐലൻഡും ഫാത്തിമ ഐലൻഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ പാലം വന്നിട്ടുണ്ട്. പാലം വന്നില്ലായിരുന്നെങ്കിൽ നടന്നു പോകാനുള്ള അത്രയും പൊക്കമേ ഉള്ളൂ. അല്ല, ഇവിടെ കൂടുതലുണ്ട് അല്ലേ? ഇവിടെ നടന്നു വരാം. ഓ, എല്ലാം മൺതിട്ട പോലെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഓക്കെ. പക്ഷെ അവിടെ ഒരു പാലം വെച്ചിട്ടുണ്ട്. അവിടെ വലിയ ബോട്ട്സ് ഒക്കെ വരാനായിട്ട്. അതിൻ്റെ അടിയിൽ ഇപ്പൊ വാഹനം പോവും. ഈ 2 അല്ലേ? ഇപ്പൊ വാഹനം പോകുന്ന രീതിയിലായി. കാറെല്ലാം പോവും. ഇങ്ങനെ കുറേ ദ്വീപുകളും അഷ്ടമുടിക്കായലിലെ തുരുത്തുകളാണ് ഇതെല്ലാം. മുക്കാട് പള്ളിയുടെ അവിടെ നിന്നാണ് ഈ പാലം തുടങ്ങുന്നത്. ഫാത്തിമ ഐലൻഡിലേക്ക് പോകാനുള്ള പാലമാണ് ഇത്. ചെന്നെത്തുന്നത് ഹൈവേയിലേക്ക്, കാവനാട് ഹൈവേയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അഷ്ടമുടി കായലിൽ ഇങ്ങനെ കുറേ തുരുത്തുകളും, അതായത് ദ്വീപുകൾ, അവിടെ കുറേ മനുഷ്യർ ജീവിക്കുന്നു, മനുഷ്യ ജീവിതങ്ങൾ. ഇതേ കണ്ടില്ലേ? ഈ തുരുത്തിലെല്ലാം ഇഷ്ടംപോലെ വീടുകളുണ്ട്, ആൾതാമസമുണ്ട്.
ഇവരെല്ലാം ഇപ്പോൾ ഈ ഒരു കായലിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ജീവിതം ഇങ്ങനെ കെട്ടിപ്പടുക്കുന്നത്. ഇത് തന്നെ ബോട്ട് സർവീസസ്, വള്ളത്തിൻ്റെ ഈ ടൂറിസ്റ്റുകളെയാണ് അവർ കാര്യമായിട്ട് നോക്കുന്നത്. സാമ്പ്രാണി തുരുത്തൊരു വലിയൊരു ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആൾക്കാർ വരുന്നു, അപ്പോൾ അവരെല്ലാം കൊണ്ടുപോകാം, അവർക്കുള്ള ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ കടൽ. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് വരുന്ന ബോട്ട്സാണ്, മീനിനെയൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന ബോട്ട്സാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് അത് നങ്കുരമിട്ട് നിൽക്കും ഈ ഭാഗത്ത്. ഇവിടെ കുറച്ച് ഡെപ്ത് ഉണ്ടാകും ഈ ഭാഗത്തെല്ലാം. അപ്പോൾ ഈ ഫിഷിംഗ് ബോട്ട്സിന് വരാനായിട്ട് വലിയ ബോട്ട്സാണല്ലോ, അവർ മീനെല്ലാം ഇറക്കി ഹാർബറിലെല്ലാം ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന സ്ഥലം. ഇതാണ് അവരുടെ ഒരു സ്റ്റേഷൻ. ഇവിടെയാണ് ഈ 2 സൈഡിലായിട്ടാണ് അവരിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം അല്ലേ, നങ്കുരമിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. എല്ലാ ബോട്ട്സും ഇങ്ങനെ വരുന്ന കാണാൻ നോക്കിയത് നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ച. നീണ്ടകര ഹാർബറിൽ പോയി മത്സ്യമൊക്കെ ഇറക്കിയിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാത്തിനും പേരുണ്ട്, ഓരോ ബോട്ടിനും ഉണ്ട്. അവരെല്ലാം മീൻപിടുത്തം കഴിഞ്ഞ് മീനൊക്കെ ഹാർബറിൽ കൊടുത്തിട്ട് തിരിച്ചു വരും. ഇതൊക്കെ ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ കുട്ടനാടൊക്കെ പോകുന്നതിൻ്റെ വേറൊരു ഫോമാണിത്. വെരി ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഓ രക്ഷയില്ലല്ലോ ദൈവമേ. ഇത് ഒരു പാലം കാണുന്നത്. ഇത് അമ്മിണി ഐലൻഡും ഫാത്തിമ ഐലൻഡിനും ഓക്കെ അവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പാലമാണിത്. അതിനപ്പുറത്ത് വേറെ തുരുത്താണ്. 1 വർഷമായിട്ടുള്ള ഈ പാലമൊക്കെ വന്നിട്ട് വണ്ടികളെല്ലാം വരും. ഓക്കെ, അത്യാവശ്യം ഹോസ്പിറ്റൽ കേസൊക്കെ ആണ് പെട്ടെന്ന് പോകും. അപ്പം ഇങ്ങനെ പാലങ്ങൾ തമ്മിൽ എല്ലാ ഐലൻഡ്സിനെ ബന്ധിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ 2 പാലം കണ്ടല്ലോ. കള്ള് ഷാപ്പുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. കള്ള് ഷാപ്പ് അതാണ് പ്രധാനം. കള്ള് ഷാപ്പുണ്ട്, റെസ്റ്റോറൻറ്റ്. ദ കാസ്കേഡ് ഐലൻഡ് അതും ഇതിൻ്റെ ഭാഗം. പക്ഷെ അവർക്ക് പക്ഷെ പാലമില്ല, ബോട്ടിൽ തന്നെ പോകണം. കാസ്കേഡിൻ്റെ ഫിഷ് ഫാം ഉണ്ട്, കാണുന്നുണ്ടല്ലോ. അവർക്കതെല്ലാം ഉണ്ട്. അവർക്കിവിടെ ഫുൾ സംവിധാനം. ഒരു കൊച്ചു പാലം അങ്ങനെ വരുന്നു. ഇത് മീൻ വളർത്തൽ സ്ഥലം അല്ലേ, കരിമീൻ്റെ കൃഷി. അതാണ് ഈ കാണുന്നത്. ഇവിടെ ഗവൺമെൻറ് പ്രോജക്റ്റാണ്. ഓക്കെ, ഗവൺമെൻറ് പ്രോജക്റ്റാണ് കരിമീൻ. നീണ്ടകര ഹാർബർ ഏരിയ എന്നൊക്കെ പറഞ്ഞ കടലിൻ്റെ ഭാഗം ആ ടവർ കാണുന്നതിൻ്റെ അപ്പുറമാണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ അതെത്തും. ഇത് ഇടത് സൈഡിൽ ആരോമ ഐലൻഡ്. എഗെയിൻ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. കൊള്ളാലോ. ഇതെല്ലാം കുഞ്ഞു റെസ്റ്റോറൻറ്റ്സ്, ബിയർ പാർലർ ആൻഡ് കള്ള് ഷോപ്പ് ഇങ്ങനെയുള്ള കോമ്പിനേഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ എല്ലാം. സൂപ്പർ ആംബിയൻസ് അല്ലേ. വാവ്. കണ്ടൽക്കാടുകളുടെ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വള്ളം പോകാനുള്ള വഴിയേ ഉള്ളൂ. ഓക്കെ, ഇതിനിടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റും. നോക്കിയേ, കാണാൻ പറ്റും. നമുക്ക് ഇറങ്ങി നിൽക്കാം. ഇഷ്ടം പോലെ ഫ്ലോറ ആൻഡ് ഫോണ തിങ്ങി വളരുന്ന ആ ഒരു ഏരിയയാണ് കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ജീവികൾ ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ടൽക്കാടുകൾ. ഒരുപാട് മത്സ്യസമ്പത്ത്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. ഒരുപാട് കിളികൾ, ധാരാളം വാട്ടർ ബോഡിയിൽ. ഈ വാട്ടർ ബോഡിയിലെല്ലാം ഇഷ്ടം പോലെ ജീവികളുണ്ട്. അതുകൂടാതെ പല ടൈപ്പ് ഓഫ് പക്ഷികൾ. ഇതെല്ലാം ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ ജീവിക്കുന്നു. ഇതൊന്നും താഴ്ചയില്ല, പക്ഷെ ചെളിയാണല്ലേ, ചേറുണ്ടാവും. എത്ര ഡെപ്ത് ഉണ്ട് ഇത്. ആ മണൽ കൊക്ക്, ഒരുപാട് വാട്ടർ ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കണ്ടൽക്കാടുകളുടെ അകത്തെല്ലാം. നമ്മളല്ലേ, ഇത് നമ്മുടെ ഒരു വലിയ സമ്പാദ്യമാണ് നേച്ചറിൻ്റെ. ഈ കണ്ടൽക്കാട് അത് നശിപ്പിക്കരുതെന്നാണ് പറയുന്നത്. കാര്യം നശിപ്പിച്ചാൽ അത് ഫ്ലഡൊക്കെ ഉണ്ടാക്കും. സോ ഇത് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫോട്ടോ സ്പോട്ടാണ് ഇതെല്ലാം, മനസ്സിലായോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏരിയ വി ആർ കവറിങ്. ഇതെല്ലാം പല ടൈപ്പ് ഓഫ് കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ പോകും. ഇവിടെയൊക്കെ മൺതിട്ട പോലെയാണ് കേട്ടോ, മണ്ണുണ്ട്. ഒക്കെ സ്ട്രോങ് ആണ്. കണ്ടൽക്കാടെന്ന് പറഞ്ഞാൽ നല്ല വേരുറച്ച ഏരിയ ആണ്. ഒരു ഫ്ലഡിനും അവരെ കുലുക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ ഈ അഷ്ടമുടിക്കായലിൻ്റെ കാണാ കാഴ്ചകളാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ അഷ്ടമുടിക്കായൽ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ അഷ്ടമുടിക്കായൽ ഒരു വലിയ കായൽ, പക്ഷേ അതിനകത്ത് ഒരുപാട് തുരുത്തുകൾ, ഇതുപോലെയുള്ള കുറേ ഫ്ലോറ ആൻഡ് ഫോണ ഏരിയാസ്, കണ്ടൽക്കാടുകൾ, കുറേ ജനജീവിതം, നേച്ചർ ഒരു വലിയ വണ്ടർ തന്നെയാണ്. ഒന്നും പറയാൻ പറ്റില്ല, അതുപോലെയാണ്. നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ എത്രത്തോളം ഡെപ്തേ ഉള്ളൂ എന്നുള്ളത്. ഇതിനിടയിലൊക്കെ എന്തുമാത്രം ജീവികളുണ്ടെന്നറിയാമോ? പലതരം ഞണ്ടുകൾ, പലതരം മത്സ്യങ്ങൾ, പലതരം കിളികൾ. ഇതൊക്കെ അവരുടെ വാസസ്ഥലമാണ്, ആവാസ കേന്ദ്രമാണ് ഇതെല്ലാം. ഇവിടെ എല്ലാം കിളി ശബ്ദം കേൾക്കാം. ഇതെല്ലാം പല ബേർഡ്സിൻ്റെ ചിർപ്പിംഗ് സൗണ്ടാണ് അല്ലേ. പലതരം കിളികൾ ഉണ്ടാവില്ലേ ഇവിടെ, ഒരുപാട് വെറൈറ്റീസ്. ഇപ്പം നല്ല ശബ്ദം കേൾക്കാം, കണ്ടില്ലേ? അവരുടെ കിളി ചലിക്കുന്ന ശബ്ദം, കിളി. ഇപ്പം എല്ലാം കേൾക്കാം.
എൻജിൻ ഓഫായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശാടന പക്ഷികൾ ഒരുപാട് വരും. എത്ര ശബ്ദമാണ് കേൾക്കുന്നത്. പല ടൈപ്പ് ഓഫ് ബേർഡ്സിൻ്റെ വിളിയാണ് കേൾക്കുന്നത്, പല ടൈപ്പ്. അതുപോലെ പല ടൈപ്പ് മീനുകളും ഉണ്ടാവും അല്ലേ ഇതിൻ്റെ അടിയിലൊക്കെ. ഇഷ്ടം. ഇവിടെ ആരെങ്കിലും പിടിക്കുമോ ഇവിടെയൊക്കെ വന്ന് മീനിനെ? ആണോ? അത് ശരി. അപ്പൊ ഇവിടെ വന്ന് പിടിക്കാറുണ്ടോ? വലയുടെ ആവശ്യമുണ്ടോ? ഇവിടെ കൈ കൊണ്ട് പിടിച്ചാ പോലെ ആണല്ലേ? വീശി വലയിട്ട് പിടിക്കും. ടെക്നോളജി. ഓ, ഇഷ്ടംപോലെ കിട്ടുമോ? ആ, ഓക്കെ. എല്ലാരും ഓക്കെ. എല്ലാവർക്കും സ്വന്തം വള്ളം. ഓക്കെ. ഓ, അങ്ങനെ മാറി മാറി ഓൾട്ടർനേറ്റ് ചെയ്തെടുക്കും അല്ലേ? 1-2 ദിവസം. ഓക്കെ. അപ്പൊ ഇവിടെ കിട്ടുന്ന മീൻ എന്ന് പറയുമ്പോ എന്ത് മീനായിരിക്കും? അതായത് കരിമീന്, ആ, പിന്നെ വരാൽ അങ്ങനെയൊക്കെ കിട്ടും. ഇല്ല, പിന്നെ വേറെ ഈ കാരി കിട്ടുമോ? കാരിയുണ്ട്. മുഷി എന്ന് പറഞ്ഞ മീൻ, മീശയുള്ള മീൻ. തേട്, അതിനാണ് തേട് എന്ന് പറയുന്നത്. ഓക്കെ. ആ, വെള്ള. അതിന് ചെമ്പല്ലി എന്ന് വല്ലതും പറയൂല്ല? പ്രാച്ചി. അത് നല്ലതാണോ? ടേസ്റ്റ് ഉണ്ടോ? കണമ്പ്, അത് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. ഇതൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇവിടുന്ന് കിട്ടുന്ന ഈ മീനിനൊക്കെ കൂടുതൽ സ്വാദാണ്. കാര്യം ഇത് കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഈ പൊഴിയിലൊക്കെ ഉള്ളതുപോലെ അല്ലേ? ഉപ്പുവെള്ളം, നിലം പറ്റിയ മീൻ. അധികം ഡീപ്പിൽ പോവാതെ. ആ, കൈവെട്ടി. അതായത് ചെളിയിൽ നിൽക്കുന്ന നിലം പറ്റി കിടക്കുള്ളൂ, വെള്ളത്തിലോട്ട് ഡീപ്പായിട്ട് പോവില്ല. ചെളി ആഹാരം. അപ്പൊ അതിന് ചേറിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ? അതിന്റെ പേരെന്താ ആ മീനിന്റെ? കൈവറ്റി. ഉറത്ത. ഇപ്പൊ കാണാനൊന്നും ഒരു മാർഗവും ഇല്ലല്ലോ. ആരെങ്കിലും പിടിച്ചോണ്ടിരിക്കുന്നെങ്കിൽ ചോദിക്കായിരുന്നു കാണാൻ. നിലംപറ്റി. ഓക്കെ, നിലംപറ്റി എന്നാ പറയുന്നത്. കടലിലെ മീനും കിട്ടും. ഇങ്ങോട്ട് കയറും. ആഹാ, പരവ. ആ, ശരി. ഓക്കെ. ആ, എന്നാലും കുറച്ച് ചിലപ്പോ വന്ന് കയറും അല്ലേ കടലിൽ. ഇത് ഉപ്പുവെള്ളം കയറി കിടക്കുന്ന. ഇവിടെ നല്ല ഉപ്പാണ് അല്ലേ? ഓ, നല്ല ഉപ്പുവെള്ളമാണ് ഇത്. ഓക്കെ. കടലിൽ നിന്നും. അതെ, കടലിൽ നിന്ന് കയറിയ വെള്ളമായിട്ട് മിക്സ് ആയി കിടക്കുകയാണ്. കാണിച്ചു തരോ? ഓക്കെ, നമുക്ക് കടൽ കാണാം. ഓക്കെ. ഇവിടെ നിന്ന് കറങ്ങി കടലിന്റെ അടുത്ത് വരെ പോകാം. ആഹാ, അത് ശരി. ഓക്കെ. 4 മണിയാവും. ഓക്കെ. ആ, അത് ശരി. ഓക്കെ. ആഹാ, ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് എന്താ പറയുക, തിക്കും തിരക്കും ഒന്നുമില്ല, നല്ല രസമുണ്ട്. ഇങ്ങനെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ, അഷ്ടമുടിക്കായലിലൂടെ എല്ലാ ഐലൻഡ്സും കണ്ട് കിളികളെയും പലതരം പക്ഷികളെയും ഈ മത്സ്യ സമ്പത്തിൻ്റെ ഇവിടുത്തെ ആ ഒരു ലൈഫിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അതെല്ലാം കേട്ട് ഈ മീനുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഭയങ്കര രസമാണ്. കാര്യം ഇവരെല്ലാവരും തന്നെ കടലിൽ പോകുന്നവരാണ്, മീൻ പിടിക്കാൻ പോകുന്നവരാണ്. അവരെല്ലാം ഇവിടെ വലയിടുമ്പോൾ കടൽ മത്സ്യങ്ങൾ ചിലപ്പോഴൊക്കെ വന്ന് കയറും. അല്ലാണ്ട് കായൽ മത്സ്യങ്ങൾ തന്നെ കടലിൻ്റെ സ്വാദുള്ള നല്ല മീൻ, ഉപ്പുവെള്ളത്തിൽ വളരുന്നതിൻ്റെ ആ ഒരു സ്വാദിൽ ഇവരിങ്ങനെ പിടിക്കും വലയിട്ട്. രാവിലെ 5 മണി തൊട്ട് 7 മണി വരെ നമ്മൾ കയറിയ ബോട്ട് ജെട്ടിയുടെ അവിടെയാണ് ലേലക്കടവെന്ന് പറയുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ കായലിലെ മത്സ്യങ്ങളെല്ലാം അവിടെ ലേലത്തിന് വിൽക്കുന്ന കാണാൻ പറ്റും. ഇവർ വലയിൽ പിടിക്കുന്നതെല്ലാം. അത് പറ്റുമെങ്കിൽ ഒരു ദിവസം ആ സമയത്ത് വന്നാൽ നല്ല കരിമീനും കണമ്പും എല്ലാം മേടിച്ചിട്ട് പോകും. ഒരു ടെൻറ്റിനകത്തിരിക്കുന്ന പോലെ ഉണ്ട്. സോ നൈസ്. വെയിലിന് തന്നെ ആക്രമിക്കാൻ പറ്റില്ല. സോറി. ഇത് വരാൻ പോണ പാലാണ്, ചെറിയ പാലം. ആ, ഇപ്പൊ 2 സൈഡിലേക്കുള്ളതായി. ഇനി ഇത് കണക്ട് ചെയ്താൽ മതി. ഇവരുടെയൊക്കെ വീടുകളുണ്ട്. എന്ത് രസം. അവർക്ക് ഫ്രണ്ടിൽ കായൽ. ഇവർക്ക് വരണം എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമേ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ വെള്ളം മാത്രമല്ലേ പറ്റുള്ളൂ? അപ്പുറത്തെ സൈഡിൽ റോഡുണ്ടോ? ഇല്ലല്ലോ, വള്ളം തന്നെ ഉള്ളൂ.
വള്ളം തന്നെ ആശ്രയം തൽക്കാലം. ഈ പാലം വന്നു കഴിഞ്ഞാൽ സെറ്റാവും. ഈ പാലം വന്നാൽ സെറ്റാവും. അതേ മീൻ ഇവിടെ എന്താ ഉള്ളത് നോക്കി. ഇവർക്ക് എന്ത് ചെറുതായിട്ട് ഇപ്പം പിടിച്ചതാണേ. ഇപ്പം പിടിച്ചതാണല്ലേ മീൻ. ഓ നൈസ്. ഓക്കെ. ആര് കുഞ്ഞ് കാരലല്ലേ? അയ്യോ കൊള്ളാലോ. അയ്യോ ജീവനുണ്ടാണ്. ജീവനുണ്ട് കണ്ടോ. ഇപ്പൊ പിടിച്ചതാ. അതെ അതാ പൂലാന്ന് പറഞ്ഞ ആരാ? ഓ അത് ഭയങ്കര സാധനമാണല്ലേ. അയ്യോ വേണ്ട 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 വേണ്ട. പോയി. ഒരു നെത്തോലിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. അതെങ്ങനെ വന്നു? കടലിൽ നിന്ന് വന്നാണോ ആ നെത്തോലി? കടലിൽ നിന്ന് കയറിയതാ അല്ലേ? ഓ അതെ നെത്തോലി. അത് പാവം. മുള്ളില്ലാത്ത. ഓക്കെ പാവം അല്ലേ. ഇതൊക്കെ ദേ കിടന്ന് പിടയ്ക്കുന്നു. ടക്ക് ടക്ക്. ഇത് കാരല് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാട്ടോ ഈ മീൻ. കാരല് വറ്റിച്ച് വെക്കണം. അടിപൊളി. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ പിടുത്തമാണല്ലേ? ഇത് ഈ ഭാഗത്തു നിന്നാണോ? ഇനിയാണ് കിട്ടുന്നേ? ഇവിടെയാണോ ഇട്ടേക്കുന്നേ വല? ആഹാ ഒളിച്ചു നിൽക്കുവാണല്ലേ. ആഹാ ഇവിടെ നിന്ന് പിടിച്ച് നിങ്ങൾ നീണ്ടവരെയാണോ കൊടുക്കുന്നത്? ഇത് ഏത് ഹാർബർ? അത് തന്നെ അവിടെ തന്നെ വരും അല്ലേ? ഓക്കെ നൈസ്. ഞാൻ മീനിനെ പിടിച്ച് കഴുകട്ടെ കൈ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതേ ഒരു വലിയ കൊക്ക് നിൽക്കുന്ന നോക്കും വലിയ ജാടയിൽ. ഓ അതിൻ്റെ കഴുത്തൊക്കെ നീട്ടി. സത്യം പറഞ്ഞാൽ ഇവരുടെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവരുടെ വീട് കണ്ടോ കായലിനോട് ചേർന്ന്. അവർ ഇവിടെ തന്നെയാണ്. ഇവരുടെ ആൾക്കാരെല്ലാം മീൻ പിടിക്കാൻ പോകും. വള്ളം കൊണ്ടുപോകും. വള്ളത്തിലെ ആൾക്കാരെ കൂടെ അങ്ങനെയല്ല. അവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ബോട്ടുണ്ട്. പിന്നെ അവർക്ക് ഇവിടെ നിന്ന് മീൻ പിടിച്ച് അവർക്ക് കുക്ക് ചെയ്യാം. വേറെ അടുത്ത് പോയി മീൻ മേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മീനെല്ലാം എല്ലാ ദിവസമുള്ള മീൻ ഇവിടെ തന്നെ അവർ പിടിക്കും. സോ നൈസ്. വേറൊരു ലൈഫാണ് എൻ്റയർലി ലൈഫ്. അവർക്ക് റോഡ് സൗകര്യമൊന്നുമില്ല. ഇവിടെ അവർക്ക് വള്ളത്തിൽ തന്നെ പറ്റുള്ളൂ. മെയിൻ ഐലൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞ് പാലങ്ങൾ കണക്ട് ചെയ്യുന്ന ഐലൻഡ്സിന് കുഴപ്പമില്ല. ബാക്കി ഇല്ലാത്ത ഒരുപാട് ഐലൻഡ്സ് ഉണ്ട് കണക്റ്റിംഗ് പോയിന്റ്സ് ഇല്ലാത്ത. അവർ വള്ളത്തിൽ തന്നെ പോകും. നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് അതാണ് നീണ്ടകര പാലം. നമ്മളെല്ലാവരും ഹൈവേയിലൂടെ പാസ് ചെയ്യുന്ന ആ റോഡാണ്. ആ പാലത്തിൻ്റെ മേലേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ്. ആ നീണ്ടകര പാലത്തിൻ്റെ കുറച്ച് സൈഡിലായിട്ടാണ് ഹാർബർ, ഫിഷിംഗ് ഹാർബർ വരുന്നത്. അപ്പോൾ അതാണ് കടൽ ഇത്ര അടുത്ത പ്രോക്സിമിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ കടൽ വെള്ളം ഇങ്ങോട്ട് കയറും, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ ഇവിടെ എല്ലാം ഉപ്പുവെള്ളമാണ്. ഇതെല്ലാം ഉപ്പുവെള്ളമാണ്. അതുകൊണ്ടാണ് ഈ മീനിന്, അഷ്ടമുടി കായലിലെ മീനിന് നല്ല സ്വാദെന്ന് പറയുന്നത്. എക്സ്ട്രാ ടേസ്റ്റാണ്. കാര്യം കടൽ മീൻ പോലെ തന്നെ സ്വാദാണ് ഈ കായൽ മത്സ്യമാണെങ്കിലും. കരിമീനൊക്കെ നല്ല ഉപ്പ് രസമുള്ള മത്സ്യം. ഇവരെല്ലാം ചെറിയ ബോട്ടൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്ന എന്തറിയോ? മീൻ പിടിക്കാനായിട്ടാണ്. വലയിട്ടിട്ട് നിൽക്കുകയാണോ അതെല്ലാവരും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ, പല മീനുകളും അവർക്ക് കിട്ടും. എന്നിട്ട് ആ നീണ്ടകര ഹാർബറിൽ തന്നെ കൊണ്ടുപോയി വിൽക്കും. അവരുടെ വീട്ടാവശ്യത്തിനുള്ളത് അവരിവിടെ തന്നെ പിടിക്കും. ഓ ഇഷ്ടംപോലെ ഈഗിൾസ് ഉണ്ട്. ഈഗിൾ ഒരുപാട് പരുന്തുകൾ. നമ്മൾ സഞ്ചരിച്ച് ഇവിടം വരെ എത്തി. കടൽ കാണാൻ പറ്റുന്ന പ്രോക്സിമിറ്റിയിലായിട്ടുണ്ട്. കണ്ടല്ലോ ഭയങ്കര ലോങ് നെക്കൊക്കെ ആയിട്ട്. വാവ് പേടിച്ചു പോയി. മറ്റേ ചെറിയ കുക്ക് 2 വലുത് പറന്നു. ഈ ഭാഗത്തെല്ലാം നോക്കിയാൽ മണൽത്തിട്ട പോലെ കിടക്കുന്നുണ്ട്. അവിടെ വെള്ളത്തിന് ഡെപ്തില്ല, മണ്ണ് കയറി കിടക്കുന്നതാണ്. കണ്ടില്ലേ കൊക്ക്. ഇതെന്നല്ലേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. മറ്റേ ബ്ലാക്ക് നെക്കൊക്കെ ആയിട്ട്. ഇത് ഇവിടെ ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സും വരുന്ന സ്ഥലമാണ്. ഇഷ്ടം പോലെ. അതെ അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നുണ്ട്. കൊത്തി നടക്കുവാണ്. ഇതൊക്കെ ദേശാടന പക്ഷിയാണെന്ന് തോന്നുന്നു അല്ലേ വരുന്നത്? പെലിക്കൻ സ്റ്റൈലില്. കൊക്കിന്റെ വേറെ ഏതൊരു വെറൈറ്റിയാണ്. അതെ 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 അതെ. പക്ഷെ ഇതൊക്കെ എന്ത് രസമായിരിക്കുന്നു. ആഹാ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ ചുഴി പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ? വാട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മീനാണല്ലേ? ഓ മീനിന്റെ മൂവ്മെന്റ്സ് ആണ് ഇങ്ങനെ കാണുന്നത് നമ്മൾ. അത്രയ്ക്ക് മീനുണ്ട് ഇവിടെ എല്ലാം. ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു ചില സ്ഥലത്ത്. ജമ്പിങ് ഫിഷ്. നമ്മൾ കറങ്ങി സാമ്പ്രാണിക്കൊടി എത്താറായി കേട്ടോ. ഒരു റൗണ്ട് അടിച്ചു. നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇടയ്ക്ക് നല്ല വെയിൽ വന്നു. നമ്മൾ തുടങ്ങിയപ്പോൾ മഴയായിരുന്നു. മഴ മാറി. സോ മെനി കുക്ക് ഒരുപാട് കൊക്കുകൾ പല ടൈപ്പ്. ഇതെല്ലാം അതായത് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ നിരപ്പായി കിടക്കുകയാണ്. മണ്ണ് കയറി തിട്ട പോലെ. അവിടെ എല്ലാം കൊക്ക് ഇരുന്നിങ്ങനെ കൊത്തിയിരിക്കുന്നു. ഫുഡ് ഇഷ്ടംപോലെ മീനും ഉണ്ട്. ചാടി നടക്കുക. അപ്പോൾ സാമ്പ്രാണിക്കൊടിയുടെ അടുത്ത് എത്താറായി. അപ്പോൾ ഇങ്ങനെ കുറച്ച് എഴുതാണ്ട. ഓരോ ഐലൻഡിൻ്റെയും ചുറ്റും ഇത്ര ഹൈറ്റൊക്കെ ഉള്ളൂ വെള്ളത്തിന്. സുഖ പരിപാടി. ഐലൻഡ് ടു ഐലൻഡ് നടന്നു പോകാം. അതാണ് അവസ്ഥ. നമ്മുടെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ മെയിൻ ബോട്ട് ജെട്ടി. അവിടെ നിന്നാണ് നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് വന്നത്. അത് ഇവിടെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് വീണ്ടും എത്തുകയാണേ. ഓക്കെ വി ആർ ബാക്ക് ടു സാമ്പ്രാണിക്കൊടി. ആഹാ ഇവിടെ ഒരു വലിയ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളം കുറച്ചുകൂടി കയറിയിട്ടുണ്ട് ഇല്ലേ? വേലിയേറ്റം വന്നു തുടങ്ങി.
അരമണിക്കൂർ ആഴം കുറഞ്ഞ സ്ഥലത്ത് കൂടി വർണ്ണവിസ്മയമായ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ നല്ലൊരു യാത്ര. അതാണ് ഇവിടുത്തെ വള്ളത്തിലൂടെയുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരു വർണ്ണന. അരമണിക്കൂർ നമുക്ക് ഇതുപോലൊരു വള്ളത്തിൽ ആഴം കുറഞ്ഞ സ്ഥലത്തിലൂടെ ഇങ്ങനെ കണ്ടൽക്കാടെല്ലാം കണ്ടാണ് നമ്മൾ പോയത്. ഇത് സാമ്പ്രാണിക്കൊടിയുടെ ബോർഡ്. ഇവിടെയാണ് എല്ലാവരും വരുന്നത്. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ട് ജേണി, ഇങ്ങനെ ഒരു വള്ളത്തിലൊരു ഇങ്ങനെ ഒരു യാത്ര എല്ലാവരും ചെയ്ത്. ഇത്രയേ ഉള്ളൂ പൊക്കം. അടിപൊളി. ഞങ്ങൾ തിരിച്ചെത്തി. കൊള്ളാം, അടിപൊളിയായിരുന്നു. ഇതിന് ചുറ്റോട് ചുറ്റും നടക്കാൻ ഒരു കുഴപ്പമില്ല. ഇവിടെ എന്താ വേറെ ഉള്ളത്? ഇതല്ലാതെ മോര്, കപ്പയും കറിയൊന്നും ഇന്നില്ലല്ലോ. ശനി ഞായറല്ലേ ഉള്ളൂ. നെല്ലിക്ക വരും, നെല്ലിക്ക. പിന്നെ എന്തുണ്ട്? മാങ്ങ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പൈനാപ്പിളൊക്കെ കഴിച്ചു. ഇനി നെല്ലിക്ക, നാരങ്ങ വെള്ളം, പിന്നെ ഇത് മോര് വെള്ളം ഉണ്ട്. വേണമെങ്കിൽ തണുത്തതുണ്ട്, തണുത്ത. ആഹാ, കൊള്ളാം. നല്ല ഉപ്പൊക്കെ പിടിച്ചു. എരിവുമുണ്ട്. കറക്റ്റാ, നന്നായിട്ടുണ്ട്. ഇവിടെ സോഡ സർബത്ത് ഉണ്ടാക്കുന്നു. ഇത് ഷുഗർ സിറപ്പായിരിക്കും അല്ലേ? സോഡ, ചില്ലുഡ് സോഡയാണ്. താങ്ക് യു. അടിപൊളി. ഓ കൊള്ളാം. സോഡയൊക്കെ ഇട്ട് ഗംഭീരം. എന്താ പേരെന്തായിരുന്നു? എൻ്റെ പേര് പ്രഭ. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഒരു സന്തോഷം. സാധാരണ അവധി ദിവസങ്ങളിൽ വന്നാൽ ഓണത്തിൻ്റെ അവധി സമയമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അന്നേരം കപ്പ, മീൻ, കപ്പയും ഇതല്ലേ ഓയിസ്റ്റർ എല്ലാം കിട്ടും. ഇങ്ങനെ വെള്ളത്തിൽ നടന്നുകൊണ്ട്, വെള്ളത്തിൽ നിന്നുകൊണ്ട് ഭയങ്കര ഭക്ഷണം കഴിക്കാം, രസിച്ച് നടക്കാം, ഇങ്ങനെ നടക്കാം ഇങ്ങനെ ചുറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു സന്തോഷം. കഴിക്കാം, കുടിക്കാം, ഇങ്ങനെ നടക്കാം വെള്ളത്തിൽ. ഇവിടുന്ന് ഇതിന് ചുറ്റളവിൽ ചുറ്റും നടന്നാലും ഇതിനപ്പുറം ഇല്ല വെള്ളം. ഇരിക്കാനൊരു സ്ഥലം ഞാൻ കാണിച്ചു തരട്ടെ. ഇതിവരെ എല്ലാവരും വരുമ്പോൾ ഇരിക്കുന്നൊരു പോയിൻ്റാണ്. ഇത് തടിയാട്ടോ, നോട്ട് സിമെൻറ്റ്, സോറി. വാവ്, ഇത് കൊള്ളാം പരിപാടി. കായലിൻ്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം. ഈ കൊക്കും കാക്കയൊക്കെ മാത്രം ഇരുന്നാൽ മതിയോ? നമുക്ക് ഇരിക്കണ്ടേ? ഇവിടെ എല്ലാം കൊക്ക് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് സാരി ഉടുത്തുകൊണ്ട് വരാനേ പറ്റില്ല കേട്ടോ. വരാണെങ്കിൽ പാടാ. ഈ വെള്ളത്തിലൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഐദർ ലെഗിങ്സോ ചുരിദാറോ ഷോർട്ട്സൊക്കെ ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ 3/4 ബർമുഡ, 3/4 ആയിട്ടുള്ള ലെഗിങ്സ് ഇല്ലേ, അതെല്ലാം നല്ലതായിരിക്കും. ഇവിടുത്തെ മറ്റൊരു ബിസിനസ് കേന്ദ്രത്തിൽ നിന്ന് അടുത്ത ആളെത്തിയിരിക്കുന്നു. ഓ താങ്ക് യു. ഇത് മാങ്ങ അല്ലേ? പച്ച മാങ്ങ. ഇത് കുറച്ച് മധുരം കൂടിയുള്ള മാങ്ങ. ഓൺലി 50 rupees. മധുരമുള്ള മാങ്ങ വിത്ത് മുളക് ഉപ്പ്. അല്ലേ ഹൗസ് ബോട്ട്സ് വേണം. നോക്കിയേ, അഷ്ടമടിക്കായല്ലേ ഹൗസ് ബോട്ട്സാണിത്. അത് വേറൊരു വൈബാണ്. ഹൗസ് ബോട്ട്സ് കിട്ടുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ബോട്ട് ജെട്ടി ഉണ്ട്. ബോട്ട് എടുക്കുക. ഗ്രൂപ്പായിട്ട് ആൾക്കാരുടെ കൂടെ വരാണെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ. ഒറ്റയ്ക്ക് നമുക്ക് സിംഗിൾ ബോട്ട് വേണമെങ്കിൽ അതിനൊരു 1000 rupees, 1050 1 hour. വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കുഞ്ഞു ബോട്ടിൽ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു കൊണ്ട് അതിന് സെപ്പറേറ്റ് പൈസ. ഓക്കെ, അടിപൊളിയാണ്. അവധി ദിവസം വന്നാൽ കപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. 150 രൂപയ്ക്കാണ് ഒരു സെറ്റ് കൊടുക്കുന്നത്. കപ്പ, കല്ലുമേക്ക, സലാഡ്, ചമ്മന്തി. ഓ അത് ഞാൻ മിസ് ചെയ്തു. കഷ്ടമായി പോയി. വേറൊരു പ്രാവശ്യം വന്നേ കഴിക്കാം. ഇറങ്ങുന്നു. ഞാൻ 1 മണിക്കൂറൊന്നും ബോട്ടിൽ വന്നത്. 1 hourനാണ് അവർ 1050 ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി 2 മണിക്കൂറാകും തിരിച്ചിറങ്ങി പോകുമ്പോൾ. കൈ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ആയി കേട്ടോ ഈ സമയമായപ്പോൾ. മരത്തിൻ്റെ മുകളിലും ഒക്കെ കയറി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. വെള്ളത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. എന്ത് രസമല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടം വരെ വെള്ളത്തിലിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം. എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ആരും ഹോർഡായിട്ടൊന്നും നോക്കില്ല. എല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒന്നും പേടിക്കണ്ട. അപകട സാധ്യതകൾ 0 ആണ്. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ മുഴുവൻ ആൾക്കാരുമാണ്. യെസ്, അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയോട് വിട പറഞ്ഞു പോണു. സത്യം പറഞ്ഞാൽ പോരേ തോന്നില്ല. ഓ മൈ ഗോഡ്, നല്ല ക്ലൈമറ്റുമാണ്. വന്നപ്പോൾ ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നെങ്കിലും ചാറ്റൽ മഴയായിട്ട് വന്നു. ഇപ്പോൾ പ്ലസൻറ്റ് ക്ലൈമറ്റ്. ഇപ്പോൾ 12 മണി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമുക്ക് ആ വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. 12:30 ആകാറായി. നമ്മൾ ഡബിൾ പൈസ കൊടുക്കേണ്ടി വരും. 2 hours എടുക്കും. നമ്മുടെ ബോട്ട് തിരിച്ചു വരും. അതിനകത്ത് കയറിപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് അതിലിപ്പോൾ നടന്ന് വരുമ്പോൾ നോക്കി ഒട്ടും തന്നെ ഇത് ഡെപ്ത് കൂടുതലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഓറഞ്ച് കളറിലെ ഫ്ലാഗ് ഉണ്ടാവും.
അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ കുഴി ഉണ്ടാവും, അവിടെ പോകരുത്. യെസ്, ഇതുവഴി കയറിപ്പോ അല്ലേ? യെസ്, പേടിക്കണ്ട. അത്ര നല്ല സ്മൂത്താണ് ഇവിടെയൊക്കെ. ആമേ, ഫുൾ മണ്ണാണ്. യെസ്, ഫിനിഷ്ഡ്. വിഷമത്തോടു കൂടി തിരിച്ചു പോകണു. സന്തോഷമുണ്ട് ഇത് എൻജോയ് ചെയ്തതിൻ്റെ, പക്ഷെ പോകുന്നതിൻ്റെ വിഷമം. ഓക്കെ, അങ്ങനെ സാമ്പ്രാണിക്കുടിയിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇതേ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ബോട്ട് ജെട്ടി. ഇത് ടെർമിനൽ 1 ആണ് അല്ലേ? ടെർമിനൽ 2 ഭയങ്കര ഭംഗിയാന്ന് പറയണു. അവിടെ അമ്പലമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, പാറയും. ആണോ? അതെവിടെയായിട്ട് വരും? ഇതിന്റെ 2 ടെർമിനൽ 2 മനസ്സിൽ വെച്ചിരുന്ന. മൂന്നും ഉണ്ട് അല്ലേ? ഓ, അത് ശരി. അവിടെ നിന്നും ബോട്ട് വരും അല്ലേ? ഓക്കെ, ഇവിടെ 3 കൗണ്ടേഴ്സ് ഉണ്ട് സാമ്പ്രാണിക്കുടിയിലേക്ക് വരാൻ. ഐലൻഡിലേക്കാണ് വരുന്നത്. നമ്മൾ ടെർമിനൽ 1 വന്നത്. ടെർമിനൽ 2 ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ്, ഇവിടെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്ത്. പിന്നെ പള്ളിയുടെ അടുത്താണ് ടെർമിനൽ 3. എന്ത് ഭംഗിയല്ലേ! ഐ ലവ് യു സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നൊരു വ്യൂ. ഇതാണ് ആദ്യം കാണുന്നൊരു വ്യൂ നമ്മളിങ്ങനെ വരുമ്പോൾ. അങ്ങനെ ഫൈനലി അത്ര സമയമുള്ളൂ, 10 മിനിറ്റ് മതി അപ്പുറം ഇപ്പുറം ക്രോസ് ചെയ്യും. നമ്മുടെ ബോട്ടിൻ്റെ പേര് പള്ളാപ്പിൽ എന്ന് പറഞ്ഞ ബോട്ടിലാണ് വന്നത്. രാജേഷാണ് കൊണ്ടുപോയത്. സെക്യൂരിറ്റി ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ അല്ലേ നമ്മളുടെ കൂടെ വന്നത്. ഏകദേശമൊക്കെ ഇവർ പറഞ്ഞു തന്നുമല്ല. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ. അതെ, അഷ്ടമുടി എന്ന് പറഞ്ഞാൽ 8 മുടികളാണ്. 8 മുടി സ്ഥലത്തോട്ട് പോയി അവസാനം അതിന്റെ മധ്യഭാഗത്താണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു എൻ്റെ ഒരു ഐഡിയ തുടങ്ങുന്നത്. ഏത് സാമ്പ്രാണിക്കൊടിയോ? ഓ, അത് ശരി. അതായത് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലിലും മധ്യഭാഗത്ത് നമുക്ക് 2 വയസ്സുള്ള, ഞാൻ ആ വീഡിയോയിലെല്ലാം പറയും. ഓ, മെൽവിൻ ചേട്ടനാണ് അതിന്റെ ഒരു തുടക്കക്കാരൻ. 2 വയസ്സുള്ള കുഞ്ഞിന് പോലും ഇറങ്ങാൻ പറ്റുന്ന. നേരെ മറിച്ച് നമ്മൾ ഈ കാണുന്നത് ദേശീയ ജലപാതയാണ്. വലിയ ഡീപ്പാണ്. തൃശ്ശൂർ വരെയൊക്കെ. ഓ, അത്രയും ഡെപ്തുള്ള സ്ഥലമാണ്. ഇത്ര ഡെപ്തുള്ള സ്ഥലത്താണ് ആ ഭാഗത്ത് ചെല്ലുമ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടിക്ക് നടക്കാൻ പറ്റും. അതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഞാൻ DTPC റിട്ടയർഡ് ചെയ്യുന്നത്. എനിക്ക് അറിയാം, ഞാൻ കുമരകത്തും കോട്ടയത്തും പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരം. അതായത് മധു സാറ് ഒരു പ്രാവശ്യം ഇവിടെ ഷൂട്ടിങ് വന്നിട്ടുണ്ട്. ഷൂട്ടിങ് യുദ്ധകാലം എന്ന് പറയുന്ന സിനിമ ഷൂട്ടിങ് പണ്ട് ജയഭാരതി. അദ്ദേഹം പറഞ്ഞു ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ ഇടയ്ക്ക് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് ഒരു 4-5 വർഷമായി ഹൗസ് ബോട്ടിൽ വന്നപ്പോൾ പുള്ളി പറഞ്ഞു. ഈ പുള്ളിയുടെ ബുക്കിനകത്ത് എഴുതുന്നത് സാമ്പ്രാണി കടവ് എന്നാണ്, സാമ്പ്രാണി കോടി എന്നാണ്. ഈ സാമ്പ്രാണി കോടി എന്ന് പേര് വരാൻ കാര്യം തന്നെ യഥാർത്ഥ പേര് ചാമ്പ്രാണിക്കോടി എന്നാണ്. ചാമ്പ്രാണി എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ ചെറു കപ്പലുകളെയാണ് ചാമ്പ്രാണി എന്ന് പറയുന്നത്. പണ്ട് ഈ കൊല്ലവും ചൈനീസുകാരുമായിട്ട് ചൈനക്കാർ ഇവിടെ വന്നിരുന്ന കിടന്ന ചെറു കപ്പലുകൾ വന്ന് കിടന്നൊരു കോടിയാണ്, അത് മൂലയാണ്. അങ്ങനെയാണ് ആ ചാമ്പ്രാണി കോടി. അത് സംസാരിച്ചാണ് സാമ്പ്രാണി കോടി ആയത്. ഓക്കെ ഓക്കെ, എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഒരു നല്ല എക്സ്പീരിയൻസ്. എന്തൊരു കാറ്റാ അല്ലേ? അതല്ലേ നമ്മുടെ കഴിഞ്ഞ MLA എന്ന് പറഞ്ഞ മുകേഷ് ആയിരുന്നു. പുള്ളി ഇവിടെ ആദ്യമായിട്ട് ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നും പറയുന്നത്, ഞാൻ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയെങ്കിലും എന്റെ തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അതെ, എത്ര ഇപ്പൊ നട്ടുച്ചയാണ് എന്നിട്ട് പോലും നമുക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിനേക്കാൾ നല്ല വെയിലുള്ള സമയത്തിൽ അവിടെ നമുക്ക് അറിയില്ല. അവിടെ 8 ഇനം കണ്ടൽ ചെടികൾ നമുക്ക് ഉള്ളത്. ഇപ്പോൾ കണ്ടൽ കാടുകൾ അല്ല, അഞ്ചനം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മൾ പറയുന്നത് നക്ഷത്രക്കണ്ടല്, ഉപ്പൂട്ടിക്കണ്ടല്, ചെറു ഉപ്പൂട്ടിക്കണ്ടല്, പിന്നെ പ്രാന്തൻ കണ്ടല്, പിന്നെ അങ്ങനെയുള്ള 5 വെറൈറ്റി ഓഫ് കണ്ടൽ കാടുകളാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, പരിചയപ്പെട്ടത്. താങ്ക് യു. അപ്പോൾ നമുക്കിവിടുന്ന് നമ്മൾ ഇനി ഒരു ഭക്ഷണം കഴിക്കാൻ പോകണം. ഇപ്പോൾ ഉച്ചയായില്ലേ? ഇവിടെ കായൽ തീരം എന്ന് പറഞ്ഞു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, നല്ല സീ ഫുഡ് കിട്ടുന്ന അങ്ങോട്ട് പോകാം. തൊട്ടടുത്ത് തന്നെയാണ് കായൽ തീരം റെസ്റ്റോറൻറ്റ്, നല്ല സീ ഫുഡ് കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഇത് കടിക്കില്ലല്ലോ, കാല് കെട്ടിയിരിക്കുവാണ്. അതേ നോക്കിയേ, 1 കിലോയുടെ ഒരു ഞണ്ടാണ്. ഓ, ഞാൻ തന്നെ ടിഷ്യൂ വെച്ച് പിടിച്ചു എന്നേ ഉള്ളൂ. ഇവന് ജീവനുണ്ട്. ഓ മൈ ഗോഡ്, അവനെ കെട്ടി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൈയുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ദിസ് ഇസ് ഈ കടയുടെയാണേ. 1 kg ഇതിനെയാണ് നമുക്ക് റോസ്റ്റ് ചെയ്ത് തരാൻ പോണേ.
ആൾക്കാരും ബഹളമൊന്നും ആയിട്ടില്ല. 12 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 12:30 ആ സമയമായിട്ടുള്ളൂ. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഞണ്ട്, കായൽ ഞണ്ട, നരൻ കൊഞ്ച്, ഇതെല്ലാം ഈ കായലിലാണ്. ഇത് ചെമ്പല്ലി, കായലിലെ ചെമ്പല്ലിയാ, എല്ലാം ഫ്രഷ് ക്യാച്ചാണ്. ഇതേ നമ്മുടെ ഞണ്ട്. ഇത് വളർത്തുമീനൊന്നുമല്ല, ഇത് കരിമീൻ ഒറിജിനൽ ഫ്രം അഷ്ടമുടി കായൽ. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. സാമ്പ്രാണിക്കൊടിയിലെ കായൽ തീരം റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് മിസ്റ്റർ കബീർ. ഇദ്ദേഹമാണ് ഇതെല്ലാം ഫ്രഷ് ക്യാച്ചിനെയൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 1 കിലോയിൽ മുകളിലുള്ള സാധനം ഞണ്ടൊക്കെ. അതെ, ചെമ്പല്ലി അതേപോട്ട് ഫ്രഷ്, നമ്മൾ ഐസ് വെക്കുന്നൊന്നുമില്ല, എല്ലാം ഫ്രഷ് ഒട്ടുവരെ നോക്കല്ല ഫ്രഷ് ആയിട്ട്. അപ്പം വെട്ടി എടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ വെട്ടി കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് അന്നേരം. ഇപ്പൊ നമ്മൾ റോസ്റ്റ് ആക്കാൻ പോവാം മേഡത്തിന് കഴിക്കാൻ വേണ്ടി. ഇത് റോസ്റ്റ്, ഇതെന്ത് ചെയ്യും നമ്മൾ പൊള്ളിക്കും. ഓക്കെ, ഇത് ഫ്രൈ ചെയ്യാം. ഓക്കെ, ഇത് ഒരെണ്ണം ഫ്രൈ ചെയ്യാം, അതല്ലേ പൊള്ളിക്കാം, അല്ലേ മസാല ആക്കാം. എന്തായാലും ഓക്കെ. പിന്നെ ഇപ്പൊ കണവയുണ്ട്, കല്ലുമ്മേക്ക. അതെല്ലാം ഇവിടെ നിന്ന് വരുന്നത്, ഇവിടെ നിന്ന് കായലിൽ നിന്ന് തന്നെയാണോ? കണവയോ അത് കടലിൽ നിന്ന്. ഓക്കെ. ഓയിസ്റ്റർ, ദിസ് ഇസ് ഓയിസ്റ്റർ. ഇത് അഷ്ടമുടിയുടെ സ്പെഷ്യലാണ്. ഇത് നമ്മുടെ ഞണ്ട്, നേരത്തെ കണ്ട ഞണ്ട്. ഓ ഞണ്ട്, ആ 1 കിലോ ഞണ്ടിൻ്റെ അവസ്ഥയാണ് ഇത്. ജീവനോടെ കണ്ടു, ഇപ്പോൾ ജീവനില്ലാതെ കണ്ടു. പക്ഷെ ഇത്രയും പീസസ് ഉണ്ട് കേട്ടോ, ടു ബിഗ്. 1 കിലോയുടെ ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു വലിയൊരു സംഭവമാണ്. ഇതൊരു ഇവിടുത്തെ റോസ്റ്റ്, ബിഗ് ചങ്കി പീസസ്. ഇതിപ്പോൾ റോസ്റ്റാണോ അല്ലേ? ഓക്കെ. ഇത് ചെമ്പല്ലി പൊള്ളിച്ചത്. ഓക്കെ, അത് നമ്മൾ കണ്ടതാണ്. ചെമ്പല്ലി പൊള്ളിച്ചത്, പൊള്ളിച്ച മസാല. ഉച്ച സമയമാണ്, മീൽസിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ചെമ്പല്ലി വന്നു പൊള്ളിച്ചത്. ഇനി കരിമീൻ വറുത്തതും കൊഞ്ച് വറുത്തതും ഒക്കെ വരുന്നുണ്ട്. തോരൻ, അവിയൽ. ഇത് ഈ സൈഡാണ്, കൊല്ലം സൈഡിലെ രീതിയിലുള്ള പ്രിപ്പറേഷനാണ്. അവിയൽ, മാങ്ങ അച്ചാർ. അവിയലൊക്കെ നല്ല കാണുമ്പോൾ തന്നെ അറിയാൻ നല്ലതാണ്. മാങ്ങ അച്ചാർ. കായലിൽ പോയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് കായൽ മത്സ്യം കഴിക്കാതെ തിരിച്ചു പോകണമല്ലേ? അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫ്രഷ് ക്യാച്ചാണ് കിട്ടുന്നത് ഇവിടെ. കാസർഗോഡ് നിന്നൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവർ തെങ്കാശിയിലേക്ക് പോവാണ് കേരളത്തിലൂടെ. യെസ്, അവരും ഇവിടെയാണ് കഴിക്കാൻ കയറിയത്. ഞാൻ ഇവിടെ വെച്ച് അവരെ പരിചയപ്പെട്ടു. ഡിഷസ് എന്താണ് നോക്കട്ടെ. ഇത് അവരുടെ ഒരു മുളക് ചമ്മന്തിയാണെന്ന് തോന്നുന്നു. കപ്പ ഉണ്ടാകും അപ്പോൾ. ഫിഷ് കറി. ഓക്കേ, മീൻ കറിയാണ് വിത്ത് ഗ്രേവി. നല്ല മണം. ഓക്കെ, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഈ മീൻ കറി ഞാൻ ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. കാഴ്ച മാത്രമല്ല, അതൊരു നല്ല ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട്. സീസണാണെങ്കിൽ ഇവിടെ ഭയങ്കര രക്ഷയില്ല. ഇത് ഓഫ് സീസണാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ലഷർലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഓട്ടമായിരിക്കും അല്ലേ? ഇത് കപ്പ, നല്ല ഉടച്ച കപ്പ. എനിക്ക് ഇത്രയും നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്യുന്നതും ഇഷ്ടമാണ്. തോരൻ മതിരി ഇങ്ങനെ വേകാത്തത് ഇഷ്ടം. പക്ഷേ ഇത് വേറൊരു മീൻ കറിയുടെ കൂടെയൊക്കെ ഭയങ്കര കോംബോ ആണ് ഇത്. അതിൻ്റെ ചട്നിയാണെന്ന് തോന്നുന്നത്. മുളക് ചമ്മന്തി എക്സ്ട്രാ ചോദിച്ചു നോക്കാം. വാട്ട് ഇസ് ദിസ്? കൊഞ്ചും മുരിങ്ങയ്ക്കയും കൂടിയുള്ള കറിയാണ്, തേങ്ങ അരച്ച കറി. ഭയങ്കര ടേസ്റ്റുള്ള കറിയാണിത്. ഇതിനും ഭയങ്കര മണം. എന്ത് മണമാണ് നോക്കിയേ, നല്ല ഫ്ലേവർ. മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മണവും നല്ലൊരു നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു ഫ്ലേവർ വരും. ടൊമാറ്റോയും ഉണ്ട് അതിനകത്ത്, തേങ്ങ അരച്ച കറി. താങ്ക് യു. ദ പ്രോൺസ് എത്തി. ഓക്കെ, ഇവിടുത്തെ റൈസ് മിസ്റ്റർ വൈറ്റ് റൈസാന്ന് പറഞ്ഞ്. മിസ്റ്റർ വൈറ്റ് റൈസ് കഴിക്കാം. പപ്പടം. ഇനിയും 2 കാര്യം വരാനുണ്ട്. ഓയിസ്റ്റർ ഫ്രൈ ആണെന്ന് തോന്നുന്നു, ഓയിസ്റ്ററും പിന്നെ കരിമീൻ. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ ഞാനിങ്ങനെ വിഷമിക്കുക. ഓക്കെ, കൊഞ്ച്, മുരിങ്ങയ്ക്ക, തേങ്ങ അരച്ച കറി.
വരും നല്ല മണമുള്ള ഫുഡ്, നല്ലൊരു ഫ്ലേവർഫുൾ. ആഹാ, നല്ല കൊഞ്ചിൻ്റെയും മുരിങ്ങയ്ക്കും കൂടെ ഒരു ബ്ലഞ്ച്. എന്ത് ടേസ്റ്റ് അത്, ഒരു രക്ഷയില്ല. കരിമീനും എത്തി ഫ്രൈ. ഓ ഓ ഓ, കൊഞ്ച് കൊഞ്ച്. ഒരു 2 പീസ് കൊഞ്ച്, കപ്പ, മുളക്. എന്ത് ടേസ്റ്റ്. ഇത് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള കരിമീൻ ഫ്രൈ ഇത്രയും ഉണ്ടാക്കിക്കൊണ്ട് പോവാണ് അപ്പോഴത്തേക്ക്. പിന്നെ അവിയലും ചാറ്, ഒരു രക്ഷയില്ലല്ലോ. എല്ലാം കൂടി എങ്ങനെ കഴിക്കും ഞാൻ, അത്രയ്ക്കുണ്ട് കാര്യങ്ങൾ. നല്ല മീനൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ബാക്കി കറികൾക്കൊന്നും പ്രസക്തി ഇല്ലാതാണ്. വെജ് കറീസ്. പുളിശ്ശേരി നോക്കട്ടെ, അടിപൊളി. ഇതാണ് ഫിഷ് കറി. ചെമ്പല്ലിയാണോ എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. കപ്പയും മീൻ്റെ ചാറും ചോറും. അതും കൊള്ളാം, അടിപൊളി. പീസൊക്കെ സോഫ്റ്റ്. ചെമ്പല്ലി പൊള്ളിച്ചതാണ്. അതിൻ്റെ മസാലയോടുകൂടി നമുക്ക് എടുക്കാം. നല്ല മസാല, ഫ്രഷ് ഫിഷ്, സൂപ്പർ കോമ്പിനേഷൻ, അടിപൊളി. കൊല്ലംകാരുടെ ഭക്ഷണവും ഭയങ്കര നല്ലതാണ്. ട്രിവാൻഡ്രം പോലെ തന്നെ എക്വലി ഗുഡാണ്. നല്ല അഷ്ടമുടിക്കായലിലെ മത്സ്യസമ്പത്താണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ടു ഗുഡ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിച്ചു തീർക്കട്ടെ. ഓക്കെ, വിശാലമായിട്ട്. കരിമീനുണ്ട് ഇവിടെ. കരിമീൻ, യെസ്, ക്രിസ്പി. അടിപൊളി. അഷ്ടമുടി കായലിലെ കരിമീനാണ് ഏറ്റവും ടേസ്റ്റി എന്ന് എപ്പോഴും പറയില്ലേ, ഞാനും പറഞ്ഞില്ലേ. കറക്റ്റ്, വെരി നൈസ്. ഓയിസ്റ്റർ ഫ്രൈ. അഷ്ടമുടി കായലിൻ്റെ സ്പെഷ്യലാണ് ഓയിസ്റ്റർ. എല്ലായി. അപ്പോൾ കായൽ തീരം റെസ്റ്റോറൻറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞു. അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ഭക്ഷണം. ഇവർക്ക് ഭയങ്കര തിരക്കാണ് ഓൾറെഡി. ഇന്നിപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ സീസണായി കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് അടയ്ക്കുന്ന പറയുന്നത്, അത്ര തിരക്കായിരുന്നു. ഇവരുടെ തന്നെ ഇവിടെ ചെറിയൊരു ഗസ്റ്റ് റൂമുണ്ട്. അല്ലാണ്ട് ഇവർക്ക് ഇവിടെ അടുത്ത് കായൽ തീരം എന്ന് പറഞ്ഞൊരു ചെറിയൊരു റിസോർട്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ കായലിൻ്റെ സൈഡിൽ 2 AC റൂംസൊക്കെ ആയിട്ട്. കേരളത്തിൻ്റെ മസ്റ്റ് വിസിറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിലൊരു പ്രധാന സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. ഞാൻ വരാൻ വളരെ വൈകിപ്പോയി തന്നെ പറയേണ്ടി വരും. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. അഷ്ടമുടി കായലിൻ്റെ മസ്റ്റ് വരണം. എന്നിട്ട് അതോടൊപ്പം തന്നെ ഇവിടെ വരിക. അതിനെ വളരെ അടുത്ത് തന്നെയാണ് കായൽ തീരം. നല്ലതാണ്, നല്ല ഫുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഇന്ന് കഴിച്ച ദിവസമൊക്കെ ഏറ്റവും എക്സലൻ്റ് ആയിരുന്നു. എല്ലാ ഫുഡിനും അതിൻ്റേതായ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഓരോ ഡിഷും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡാണ്. ഓക്കെ, പിന്നെ ഇവർക്ക് ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അത് നേരത്തെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ഞാൻ മുന്നോട്ട് പോവാണ്, ഞാൻ നിർത്തുന്നില്ല. ഓക്കെ, വി ആർ ഗോയിങ് ഓൺവേർഡ് ടുവേർഡ്സ് കൊച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ